തെലങ്കാനയിൽ ഭാര്യയുടെ ഒത്താശയോടെ നവവരനെ കൊലപ്പെടുത്തി. ഗഡ്വാൾ സ്വദേശി തേജേശ്വറാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയും കാമുകനും ചേർന്ന് കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യ ഐശ്വര്യ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ ഹണിമൂൺ കൊലപാതകം എന്ന വാക്ക് അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ അങ്ങനെയൊരു പദം, അങ്ങനെയൊരു കേസ് വലിയ ചർച്ചയായത്. അതിന് പിന്നാലെ ഇതൊരു തുടർക്കഥയായി മാറുകയാണോ? ഗോകുൽ, ഞെട്ടിക്കുന്ന കൊലപാതക വിവരങ്ങളാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ടത് ഈ തേജേശ്വർ എന്ന ആളാണ്. ഇയാൾക്ക് 31 വയസ്സുണ്ട്. ഗഡ്വാൾ ടൗൺ സ്വദേശിയാണ്. കൊലപാതകത്തിന് പിന്നിൽ ഭാര്യ ഐശ്വര്യ 25 വയസ്സുകാരിയാണ്. കുർണൂൽ, ആന്ധ്രാപ്രദേശിലെ തന്നെ കുർണൂൽ സ്വദേശിയാണ്. ഇവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് 1 മാസവും 5 ദിവസവും മാത്രമാണ് ആയിട്ടുള്ളത്. ഇതിനിടയിലാണ് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ഈ തേജേശ്വറിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഐശ്വര്യയും ഒപ്പം തന്നെ കാമുകനും ചേർന്നിട്ടാണ് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കൊട്ടേഷൻ നൽകുകയും 3 പേരെ 2 ലക്ഷം രൂപ നൽകി വാടകയ്ക്ക് എടുക്കുകയും ആ കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്ത് പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ് നടന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇവർ രണ്ടുപേരുടെയും കല്യാണം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഐശ്വര്യ വീട്ടിൽ നിന്ന് കാണാതാകുന്നു. പിന്നീട് കല്യാണം നിശ്ചയിച്ച തീയതിക്ക് 2 ദിവസത്തിന് ശേഷമാണ് ഇവർ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അങ്ങനെ ഈ തേജേശ്വറിന്റെ കുടുംബം ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ ഈ ഐശ്വര്യ വീണ്ടും തേജേശ്വറുമായി ബന്ധം സ്ഥാപിക്കുകയും കല്യാണത്തിന് ഒരുക്കമാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ തേജേശ്വറിന്റെ മാത്രം താല്പര്യത്തിന് പുറത്താണ് ഒരു വിവാഹം നടക്കുന്നത്. ആ കല്യാണം നടന്നതിന് ശേഷം പിന്നീട് 1 മാസമായി ഈ ഐശ്വര്യ ഈ കാമുകനെ 2000-ലധികം തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. സകല നേരവും ഐശ്വര്യ ഫോണിലായിരുന്നു. ഇതിനെ സംബന്ധിച്ച് തേജേശ്വറും കുടുംബവും ഒക്കെ പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊരു വ്യക്തമായ പ്ലാനാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ വരുന്നത്. അതായത് ഫെബ്രുവരിയിൽ നിന്ന് ഒഴിഞ്ഞത് ഇവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തേജേശ്വറിനെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്തും പണവും ഒക്കെ ലഭിക്കും എന്ന് കണ്ടുകൊണ്ട് രണ്ടാമത് ഇവർ രണ്ടും ചേർന്ന് നടത്തിയ ഒരു പ്ലാനിംഗ് ആണെന്നാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിനെ കാണാതാവുകയായിരുന്നു. ലാൻഡ് സർവൈവർ ആണ് ഈ തേജേശ്വർ. അപ്പോൾ അദ്ദേഹം സർവേ എന്നുള്ള പേരിൽ 3 പേർ ചേർന്ന് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം കാണാതെയാകുന്നു. അങ്ങനെ പിന്നീട് ഈ കുടുംബം നൽകിയ പരാതി, ഭാര്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ ചില സംശയങ്ങൾ, ഇതൊക്കെ കുടുംബം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഒരു വിശദമായ അന്വേഷണം നടക്കുന്നത്. ആ ഫോൺ റെക്കോർഡിങ്ങുകൾ, ഫോൺ കോളിന്റെ ഡീറ്റെയിൽസുകൾ മറ്റും എടുക്കുന്നു, ലൊക്കേഷൻ എടുക്കുന്നു. അപ്പോൾ ഈ ഐശ്വര്യ വാട്സപ്പ് വഴി ഈ തേജേശ്വറിന്റെ ലൊക്കേഷൻ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തതായി പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. അതിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിൽ ഐശ്വര്യയുടെ കോൾ റെക്കോർഡിംഗ് എടുത്ത പോലീസ് ഞെട്ടുകയായിരുന്നു. 2000-ലധികം തവണ ഒരാളെ വിളിച്ചു എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും തുടങ്ങിയ സംശയമാണ്. അങ്ങനെ കൊലപാതകത്തിന്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ കാമുകൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾ വിദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസ് കരുതുന്നത്. ഗോകുൽ, ശരി, ജീവനോളം സ്നേഹിച്ച തേജേശ്വറിന്റെ ഭാര്യ ഐശ്വര്യ തന്നെയാണ് കൊട്ടേഷൻ നൽകിയതും കൊലപാതകത്തിന് വഴിയൊരുക്കിയതുമെന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. തെലങ്കാനയിൽ നിന്ന് വരുന്ന ഹണിമൂൺ കൊലപാതകം അതൊരു ഫാഷനായി അത് ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അങ്ങേയറ്റം ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ മുഹമ്മദ് റഹീസ് പങ്കുവച്ചത്.